GSTയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ആരെയും പേരിൽ എടുക്കാം. നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ, ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും GST ബാധ്യതയും എല്ലാം ഇവർ GST അടക്കില്ല. അങ്ങനെ 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. ഫെബ്രുവരി 2025 പൂന GST ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ്. സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ്. അവരാകെ ചെയ്തത് രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു, അതിൽ നിർത്തി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല, നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ബലിയാടായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടുമില്ല GST.